മമ്മു ആരാ ഇതാരാ മമ്മൂന്റെ ഒന്നിച്ചാരാ മമ്മൂന്റെ ഒന്നിച്ചൊരു കൂട്ടും ഞാൻ കൊല്ലാൻ പോകുന്നത് നീയാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി ചെയ്യുന്നത് ഗൈസ്. എന്റെ ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. ഇവിടെ ചായ പിടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടാൻ വേണ്ടി ഈ സ്കൂട്ടറാന്ന് എടുക്കല്. ഇതില് നമ്മളെ ഈ വീട്ടിലുള്ള സ്കൂട്ടറിന് വന്ന ഫൈനാണ് ഞാൻ ഇപ്പൊ അടക്കാനുള്ള ഫൈനാണ് 54,000 രൂപ. 54,000 രൂപ ഒരു സ്കൂട്ടർ, ഒരു തുക്കട സ്കൂട്ടറിന്റെ ഫൈനാണ് 54,000 രൂപ. എന്തിനാ ഇവന്മാരെ ഹെൽമെറ്റ് ഇടാണ്ടും ട്രിബിൾസും അടിച്ചിട്ട് എല്ലാ ദിവസവും പോകും. നിനക്ക് ഞാൻ ഇത് കാണിച്ചത് സൈറ്റ് എടുത്ത എല്ലായിടത്തും ലിസ്റ്റ് ചെയ്ത് ഇത് ലിസ്റ്റ് ചെയ്ത് കാണിക്കൂലേ മറ്റേ ഇത് ചെല്ലാനില് ഞാൻ ഹെൽമെറ്റ് ഇടലുണ്ട്. 54,000 രൂപ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ സൈറ്റിൽ കാണിച്ചു തരാം. ഞാൻ കുത്തുന്നു ഈ കാരണം ഇത് മൊത്തം സംഭവിച്ചത് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇടാണ്ടും ട്രിബിൾസ് അടിച്ചു പോകുന്നത് നീയും മമ്മുവും പിന്നെ ഞാനും ഇല്ല. എന്റെ കുറവായിരിക്കും ഇത്. ഞാൻ പറഞ്ഞ 34,000 രൂപ ഫൈന്. അത് അടക്കാത്തതിന്റെ ഇത്രയും മാസം അത് അടക്കാത്തതിന്റെ മറ്റേ സാധനമില്ലേ എന്താ പറയാ അടക്കാന്ന് നിൽക്കുമ്പോ കൂടൂലേ ഓവർ ഫൈന് 34,000 കൂടി 54,000 ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, നിക്ക സൈറ്റിൽ നിങ്ങൾക്ക് കാണും. നിക്ക് ഇതല്ലേ ഫസ്റ്റ് ചെല്ലാൻ ഇതല്ലേ. ഓക്കെ ഗൈസ്, സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2 കൊല്ലം മുമ്പ് നമ്മളെ പഴയ ക്യാമറമാൻ ഉണ്ടല്ലോ തൻസി, പഴയ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പഴയ ക്യാമറമാന് ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് ഓന് നല്ല ജോലി ഇട്ട് ഓൻ പോകുമ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൻ്റെ വണ്ടി ഞാൻ വാങ്ങി. ഓക്കെ, ഓൻ്റെ വണ്ടി ഞാൻ വാങ്ങി. ഓനുമായിട്ട് ഞാൻ അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ട് ഞാൻ എൻ്റെ പേരിലേക്കൊന്നും മാറ്റിയില്ല. ഓൻ്റെ പേരിൽ തന്നെയാണ് വണ്ടി. എന്നിട്ട് ആ വണ്ടി ഞാൻ എൻ്റെ പേഴ്സണൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കുടിക്കാനും ഇതിനും വേണ്ടിയിട്ട് ഇവിടെ വെച്ച വണ്ടിയാണ്. ഈ ലൊട്ടകള് ഡെയിലി ഇതെടുത്തിട്ട് ചായ പിടിക്കാൻ ഇതിന് എന്ത് തീട്ട കേസ് ഉണ്ടെങ്കിലും ഇവർ ഈ വണ്ടി എടുത്തിട്ട് പോകും. ട്രിബിൾസും ഹെൽമെറ്റ് ഇടാണ്ടും. ഒന്ന് ഇതടിച്ച യൂസർ നെയിം പാസ്വേഡ് അടിക്കാൻ പറയുന്നത് ഇതോ? നമ്പർ പറ. ക്യാപ്പിച്ചിനോ അല്ല ഇത് എന്താ പറയാ ക്യാപ്പിച്ചിനോ J ക്യാപിറ്റലാ. അല്ല അറിയാലോ, ഫൈൻ ഉണ്ടാക്കുമ്പോ ഇതൊന്നും ചിന്തിച്ചില്ലടാ നീ. ഏത് എന്റെ ഉണ്ടാവില്ല മോനെ. ഇപ്പൊ കാണിച്ചാ 1 മിനിറ്റ്. ഇതാ നമ്മളെ ഒറ്റ വണ്ടീന്റെ ഫൈനുകളാണെന്നല്ലോ. എന്താ വിളിച്ചേ? ആരാ വിളിച്ചേ? ഇത് വെറുതെ അറിയില്ല. ഞാൻ തെറി വിളിച്ചു. ഗൈസ് നോട്ട് ചെയ്ത് നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പിൻ ചെയ്യിപ്പിക്കും. ഞാൻ തെറി വിളിച്ചില്ല. വിളിച്ചതെന്താ? ഞാൻ വിളിച്ചില്ലടാ, എനിക്കറിയില്ലേ. പിന്നെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുമ്പോ ഇവർക്ക് ഇതാണ് എന്നെ കൊണ്ടിപ്പിക്കുക, എന്നിട്ട് എന്തൊക്കെ ചെയ്യുക, എന്നിട്ട് എന്റെ കുണ്ടിയിൽ മുളകാവുക, എന്നിട്ട് ഞാൻ ഓടുക, ഇതെല്ലാം കാണണം. മമ്മ വിളിച്ചിട്ടൊന്നുമില്ല, ഷമീർ എന്തോ വിളിച്ചു. കാരണം എല്ലാരും ഷമീർ തെറിയെന്ന് പറയുന്ന ഞാൻ ഇത് പ്രോപ്പർ തെറി വിളിക്കണം, മനസ്സിലാ? അല്ലെങ്കിൽ താവട് പൂവാട് അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കണം. എന്താണ് അങ്ങനെ വിളിക്കണം, അതാണ് തെറി. അതില്ല എപ്പോഴും സ്പിൻ ചെയ്യുന്ന സ്പിന്നിന്റെ ഇത് പോവുക, സ്പിന്നിന്റെ വില പോവുക. ഞാൻ കാര്യം പറയാം ഗൈസ്, അങ്ങനെ എപ്പോഴും സ്പിൻ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം സ്പിൻ ചെയ്യിപ്പിക്കണം, മനസ്സിലാ? പറയുന്ന പറിക്കുന്നതെല്ലാം പറയാം. അതോട് ഇത് കാണും. ഇതിന്റെ ഫോട്ടോസ് എങ്ങനെ കാണാൻ പറ്റും? ഇതിൽ ഓരോ ഫൈനിന്റെ ഫോട്ടോ, ഇതൊക്കെ ഓരോ ഫൈനും എത്രയാ നോക്കുക. 1000 1000 2000 1000 2000 2000 2000 1000 എന്നിട്ട് 500 1000 ഇങ്ങനെ. ഇത് 34,000 രൂപ ഫൈനും അതിന്റെ അടക്കാത്തതിന്റെ ഓവർ ഫൈൻ ആയിട്ട്. ഇതിപ്പോ തൻസി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതിന്റെ ഫൈനിന്റെ കാര്യം. ഞാൻ ഇത് ഇന്നാ അറിയുന്നത്. ഇത്രയും ഇത് ഇങ്ങനെ ഓവർ ഫൈൻ ആയിട്ട് ഇത്രയും പൈസ ആയിരുന്നു. ഞാൻ എന്താ ഇവിടെ നടത്തുന്നത്?
ഞാൻ ദിവന്മാരിങ്ങനെ ഹെൽമെറ്റ് ഇതോടാണ്ട് പോയിട്ട് ഞാൻ ഇതിന്റെ ഫൈൻ അടക്കാം. എനിക്ക് എന്താ പ്രാന്തുണ്ടോ? ഇതെങ്ങനെയാ ഇതിന്റെ ഏതാ ഇതോ ഫോട്ടോ കാണും ഇതോ? ആ ആദ്യത്തെ ഫൈന് ഇതെങ്ങനെ ഫൈന് സൂം ആക്കല്? ആ മമ്മു ആരാ? ഇതാരാ? മമ്മൂന്റെ ഒന്നിച്ചാരാ? മമ്മൂന്റെ ഒന്നിച്ചൊരു മുട്ടും കുറ്റിയുണ്ട്. ഇത് എവിടെയാ നിങ്ങൾ പോകുന്നത്? കൂലമ്മാവിൽ എന്തിനു പോയി? ഇത് എത്ര മണിക്കായത്? രാത്രി 23:16. ഫുട്ടൊന്നാൻ പോയതാ 4 മണിക്ക്. നിന്റെ എല്ലാം നിക്ക്, നിന്റെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. നിക്ക് രണ്ടാമത്തെ ഫൈന് നിക്ക്, എല്ലാത്തിനെയും പിടിച്ചുതരാം. എല്ലാത്തിനും അടുത്തതും ഇത് ഷമീറല്ലേ? ഷമീറല്ലേ? ഷമീറോ അതാരാ? ബാക്കിലാരാ? അസ്പാക്ക മുനുവാ? ആരോ ഉണ്ട്? ഷമീർ. രണ്ടാമത്തെ ഫൈനലും ഷമീർ. 2000. നിക്ക് ആ നിക്ക് അടുത്ത അതാരാ? നീ എടുത്ത വലിയ കാർണറാന്ന് പറഞ്ഞേ. ലീഡർ ലീഡർ മുലുവല്ല ഇങ്ങനെ. ഇതെന്താ? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാലറി കട്ട് എന്ത് സാലറി കട്ട്? ഷമീറല്ല എന്ത് സാലറി? ഷമീറോ സാലറി ഒന്നുമില്ല, ലോട്ട. ഷമീർ ഒരു ചവിട്ടാ കൊടുക്കലേ, കാര്യം പറയല്ലോ. കോഹ്ലിയുടെ എന്താ സംഭവം? കോഹ്ലിയുടെ ഇവിടുത്തെ കാര്യസ്ഥൻ ഇവൻ ചെയ്യുന്നെന്താ? ട്രിപ്പിൾസ് പോകുന്ന ഇവൻ വൈബ് അടിക്കാൻ വേണ്ടിട്ട്. ഇവന്മാർ ഇത്രയും ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട മമ്മൂനെല്ലാം നോക്കി എന്റെ 2000 കളഞ്ഞിട്ടുള്ള നല്ല സുഖം. ഞാൻ 54,000 ഫൈൻ അടക്കണം. ഇവരെന്താ ഹെൽമെറ്റ് ഇടാണ്ടും മറ്റേ ട്രിപ്പിൾസും പോയന്. ഇവർക്കെല്ലാം ഹാപ്പി, ഇവരെല്ലാം ഇവിടെ എൻജോയ്മെന്റ്, ഞാനിവിടെ പണിയെടുത്ത് പൈസ എടുക്കല്. ഇതാണ് എന്റെ ജോലി. മുനു എക്സ്പോസ് നോക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന നല്ലായിരുന്നു. എന്താണിത്? ആ എന്താടാ ഇത്? എന്താടാ ഇത്? എന്താ നിങ്ങൾ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നത്? ഇത് എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നത്? മുഖത്ത് ലൈറ്റ് അടിക്കുക, എന്നിട്ട് നിന്നോട് പറയാ ക്യാമറ സ്മൈൽ പ്ലീസ്. റെഡിയല്ലേ? ചിഹ്നം ഒന്ന് ചെറുതായി സ്മൈൽ. നമ്മൾ അറിഞ്ഞിട്ടില്ല. രണ്ടിന്റെ എൻജോയ്മെന്റ് നോക്കിയാ അത്രയും ചിരിച്ചോണ്ടാ പോകുന്നത്. ഏതാ ഡേറ്റ്? ഒക്ടോബർ 6. കഴിഞ്ഞ മാസം, ഒരു മാസം. ഇതിന്റെ സംഭവം ഞാൻ പറഞ്ഞിട്ട് ഇവ എന്നോട് ഇടക്കിടക്ക് പറയാം നമുക്ക് ഒരേ പുട്ട് തിന്നാൻ പോയാലോ ചായ കുടിക്കാൻ പോയാലോ അങ്ങനെ പുട്ടടക്കം ഞാൻ തെറിപ്പിക്കും നായ്ക്കളെ. ഞാൻ കാര്യം പറയാലോ. 10-200 രൂപയ്ക്ക് ഇത് കാണാനുണ്ട്, ഇത് പറയാനും ഉണ്ട്. എനിക്ക് സംശയം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങളോടല്ലോ. എല്ലാം തമാശയാക്കുന്നു വിചാരിച്ചാടാ നായ്ക്കളെ. മനുഷ്യനെ ഇതെന്താണ്? ഷമീർ മമ്മു ഇതെന്താ പറഞ്ഞത്? വണ്ടി ഓടിക്കുമ്പോ മമ്മുവാണ് അവിടെ കടന്ന്, അതായത് അവന്റെ വെയിറ്റ് മൊത്തം അവിടെ ഇങ്ങനെ ഇട്ട് കടന്നിങ്ങനെ. നമ്മള് മാത്രം ഈ വീട്ടില് ഏറ്റവും മടിയന്മാരായിട്ട് ഒരു 10 പൈസക്ക് ഉപകാരമില്ലാത്ത 2 പുട്ടും കുറ്റികളാണ് ഇത് രണ്ടും. ഇവർ രണ്ടാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെലവ് ഉണ്ടാക്കി തരുന്നത്. എല്ലാ ഫൈനലും ഇവർ എന്റെ ഫോട്ടോസ്. ഇതെന്താണിത്? ഒരു സെക്കൻഡ് എന്തോ ചക്ക പോലത്തെ എന്തോ കാണുന്നുണ്ട്. ഈ വീപ്പ് ടാങ്കർ കുറ്റി ആരാ? ശരത്താന്നത്? റാംബോ അല്ലേ? ഫ്രണ്ടില് റാംബോ അല്ലേ? ഞാൻ ഒരിക്കലും മോനെ ഞാൻ ഹെൽമെറ്റ് പോക്കുണ്ട്. പക്ഷെ എന്റെ ഒരു ഫൈൻ പോലെ ഉണ്ട് നിനക്ക് തോന്നില്ല. സെക്കൻഡ് ഫോട്ടോ നോക്കിയ സെക്കൻഡ് ഫോട്ടോ നോക്കി നീ കൊറേ നമ്മളെ ഫൈന് 54,000 രൂപ ഫൈനും കൊണ്ടുവന്നിട്ട് എന്റെ പേരിലിടുന്നതാണ്. അതാറി എന്റെ ടീഷർട്ട് കട്ടെടുത്തിട്ട് ഇട്ടിട്ട് പോയിട്ട് നാടോട്ടാണ് പെട്ടെന്ന് ഇതായി പോയി.
നമ്മളെ മാത്രം ഇതെന്താ സംഭവം നമ്മളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് കേരള പോലീസ്. അതന്നെ സംഭവം. ഇതല്ലാണ്ട് നമ്മള് ഇവന്മാരെന്നെ ബാങ്ക്രപ്റ്റ് ആക്കോടാ. ഇവന്മാര് കാരണമായിരിക്കും ഞാൻ വലിയ വലിയ പ്രശ്നത്തിൽ ഇനി പോയി പെടാൻ പോകുന്നത് ഈ ലോകത്ത്. ഇതാരാ ബാറ്റ്മാനാ ഓടിക്കണം? എല്ലാ ഇതിലും മമ്മൂ ഷമീറും അല്ലേ? ഇത് എന്തൊരു അവസ്ഥയാണത്. ഞാൻ എന്തിനാ ഈ നായ്ക്കളിവിടെ പോറ്റുന്നത്? വണ്ടി ഇനി വണ്ടി തരില്ല, താക്കോൽ എടുത്ത് നോക്കണം. ഒരുത്തനെ ഈ വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോണ്ട. ഒരു വണ്ടി, എല്ലാ വണ്ടിയിലും താക്കോൽ എടുത്തിട്ട് നീ ആടെ മോള് വെച്ച ഞാനില്ല. ഞാനാ ആയിരിക്കും. വേറെ ആരാ? വേറെ ആരാവാനാ? വേറെ ആരാ? മമ്മു അല്ലേ? മമ്മൂ ഷമീർ. മമ്മൂ കുറച്ച് സ്നേഹം കാണിച്ചോടാ എന്നോട്. കുറച്ച് ഒരു തുള്ളി എന്നോട് എന്തെങ്കിലും ഒരു ഇതുണ്ടാടാ നിങ്ങൾക്കല്ലോ. ഞാൻ ഈ വണ്ടി എടുക്കാറില്ലല്ലോ. ക്യാമറ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ദേഷ്യല്ല, എനിക്ക് സങ്കടാവുന്നുണ്ട്. എനിക്ക് സങ്കടാവുന്നു നീ അല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന. ക്യാമറ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവിടെ ചായ കുടിക്കാൻ പോകുന്ന നാടെ ക്യാമറ വെച്ചത് നമ്മളോടെല്ലാം എല്ലാം പോയടാ. എനിക്ക് കാര്യം പറയാലോ. എനിക്ക് എന്തോ വെറുപ്പ് എന്തെല്ലോ ആടാ എനിക്ക് തോന്നുന്നത്. കാര്യം പറയാലോ. ഷമീർ മമ്മു തന്നെ ആയിരിക്കും. വേറെ ആരാ? എനിക്കൊന്നും പറയാനില്ലടാ ഇക്കാര്യത്തില്. ഇത് നമ്മള് മാത്രോ? അടുത്തത് ഷമീർ മമ്മു തന്നെ ആയിരിക്കും. പിന്നെ ആരാവാനാ? ഇതാ അതാ ബാക്കിലൊരു ഓടിച്ചിട്ട് പോയത്. ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ ആര് വണ്ടി ഓടിക്കുന്ന അയാളാണ് ഇതിന് ഉത്തരവാദിത്വം. മനസ്സിലാ? ഇവിടെ ആര് വണ്ടി എടുക്കുന്നത്, താക്കോൽ ആരെടുക്കുന്നത്, വണ്ടിയിൽ എടുത്തിട്ട് പോവാൻ തീരുമാനിക്കുന്നത് ആരാണോ അയാൾക്കാണ് ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റി. ബാക്കിലുള്ള ആളെ ഹെൽമെറ്റ് ഇടിപ്പിക്കണം, നിർബന്ധമായിട്ട് ഇടിപ്പിക്കണം. മനസ്സിലാ? അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട, ഒറ്റക്ക് പോയാൽ മതി. ഹെൽമെറ്റ് ഇട്ട് ഒറ്റക്ക് പോവാ. മനസ്സിലാ? ഇതിനിങ്ങനെ ബാക്കിയുള്ളവരും കൂടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നീയല്ലോ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യത്തിന് മോനെ ഞാൻ ഒരു കാര്യം പറ്റി, ഇവന്റെ ഒരു ഫൈം വന്നാലും കുഴപ്പമില്ല. കാരണം ഇവർ അത്രയും ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നീ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് ഉറങ്ങലാ നിന്റെ ജോലി അല്ലടാ. പുട്ടും കുറ്റി ടാങ്കറാ ഈ രണ്ടെണ്ണം ഉണ്ട് ഇടാ. ഇവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. ബാക്കില് ഷമീർ അല്ലേ? എല്ലാത്തിനും ഷമീർ എന്തായാലും ഉണ്ടാവുമല്ലോ. അതില് വേറെ വർത്താനൊന്നും ഇല്ലല്ലോ. നിക്ക് മമ്മു, റാംബോ, ഷമീർ. കാര്യം നടുക്ക് രണ്ട് പന്നുള്ളൂ. ഇങ്ങനെ മറ്റേ ഇത് ബീൻ ബാഗ് വെച്ചത് നമ്മള് വാല്യൂ മണി. കാരുടെ പൈസക്ക് വിലയിലൂടെ ഇവന്മാർക്ക് കടിക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ഇവർക്ക് ആഗ്രഹിക്കുന്നല്ലേ ഇവർക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ഒരു വിലയും ഇല്ല പൈസക്ക്. മനസ്സിലാ? പൈസക്ക് വിലയില്ല ഇവർക്ക്. അതാ പ്രശ്നം. എന്നെ വിളിച്ചോണ്ട് പോണത് നാറി. നീയാ നമ്മളെ എന്തോ സാൻഡ്വിച്ച് പറഞ്ഞിട്ട് ഇതാക്കിയത്. ഞാൻ എന്തെങ്കിലും ഇവിടത്തെ ആവശ്യത്തിന് പോണതല്ലാതെ ഇതില് ഞാൻ ഉണ്ടാവാൻ ഒരു സാധ്യത. അത് നീയാ നടുക്കുള്ളത്? നീയാ അല്ലേ? ഞാനല്ല. ഞാൻ ഒരിക്കലും ഒരു ഫയലിലും ഞാൻ ഉണ്ടാവില്ല. പോലെ ബാക്കിലാരാ? മമ്മു, നീയും. നടുക്ക് ആരോ ഉണ്ട്. മുനുവോ അമ്മ എനക്കറിയില്ല. ഞാനാണോ? ഞാൻ ഉണ്ടാവാൻ ഒരു സാധ്യത ഇല്ല. പോലെ വരാപ്പുഴ പാലം. ഇത് വീൽ ബാഗ് കൊറേ ഉണ്ടല്ലോ. ഇല്ല എന്റെ രണ്ടെണ്ണം ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അത്യാവശ്യമല്ല, ഇത് നീ പുട്ട് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ പോലെ. ഇത് ബോണ്ടയോ ബോണ്ടയോ പുട്ടോ വാങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ പോയതാണ്. അല്ല, ഇത് ഞാൻ എന്തോ എമർജൻസിക്ക് പോയതാ. അതന്നെ, അത് പുട്ട്. അത് വണ്ടി മാത്രമേ ഫോട്ടോ ഇല്ല. നോ പാർക്കിങ്ങിന്റെ ഫൈന്. ഇനിയിപ്പൊ അങ്ങനത്തെ കൊറേ ഉണ്ടാവും. ഇതാരതാ കുണ്ടി? പെണ്ണല്ലേ ഇതാരാ? ഏത് ഷമീർ? എടാ അങ്ങനെ ഒരു പെണ്ണ് കിട്ടുമെങ്കിൽ ഞാൻ എന്റെ വണ്ടിയിൽ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോന്നാ. ആര്? ഞാനല്ല. ഡ്രസ് എടുത്തല്ലേ?
മഞ്ഞ ഇവിടെ മഞ്ഞ ഡ്രസ് അടിക്കണല്ലേ തൻസി ചിലപ്പോ തൻസി മറ്റേ ഫാസിൽ പാച്ചു അടക്കം വരില്ലേ ആ ഓന് പെമ്പിള്ളേരുമായിട്ടുള്ള ഇടപാട് ഈ കണ്ടവന്മാരിൽ എന്റെ വണ്ടി എടുത്ത് കൊണ്ടുപോയി ഫൈനും ആക്കിയിട്ട് ഒട്ടകള് ഇതെന്താണിത് ഇത് ഏതാ പെണ്ണെന്നാലോ ഇത് മുന്നല്ലേ കാലും എടാ ഇത് ഫാസിൽ പാച്ചു അല്ലടാ ബാക്കിലാരാ നോട്ട് അത് ആരെന്നാലും പെണ്ണാരടാ ഫ്രണ്ട് പിക്ചർ അല്ലേ നിങ്ങളെല്ലാം കയറ്റിട്ട് ആരടാ ഇതേതാ പെണ്ണ് ഇതേതാ പെണ്ണ് നീ എന്താ പറഞ്ഞത്? ഇവര് ഉത്തരവാദിത്തം ഉണ്ട്, ഇവിടുത്തെ പണിയെടുക്കുന്ന ഇവരാണ്. ഇതായി ഇവന്റെ പണി, ഇതാണോ ഇവന്റെ പണി, ഇതാണോ ഇവന്റെ പണി, ഈ ബീൻ ബാഗിന്റെ പണി ഇതാ. നീ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ഇതാ പണി ഇതാ HD ക്ലാരിറ്റിയോടെ വാങ്ങിച്ചാ പണി. 4K കിട്ടിയിട്ട പണി ഇവന്റെ. ഇത് എവിടെ പോയത്? ഇതാരാ? നീ വലിയ ഡയലോഗ് ഞാനിവിടെ ഒരു പെണ്ണിനോ ഇതിനോ കേട്ടാണ്ട് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമോ കോൺട്രവേഴ്സിയോ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടിയിലൊന്നും ഒരു പെണ്ണിനെ പോലും കയറാണ്ട് എങ്ങനെയല്ലോ സേഫ് ആയിട്ട് അത്രയും സൂക്ഷിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോ ഇവന്മാർ ഒരു സൈഡിൽ നിന്ന് പെണ്ണുങ്ങളെ കയറ്റിട്ട് പോക്ക് ഒരു സേഫ്റ്റി ഒരു ഇതും ഇല്ലേ. സൗണ്ട് എന്താ വെച്ചിട്ടുണ്ടോ? കാര്യം ഇവിടെ ആത്മാർത്ഥമുള്ള ഒരേ ഒരാള് കുര്യനാണ്. കാര്യം പറഞ്ഞ എല്ലാരും ആദിലും ഉണ്ടാവും നോക്കട്ടെ, ആദിലും ഉണ്ടാവും മിക്കവാറും. സൗണ്ട് കട്ടുണ്ടാവും. എടാ നായി കാണാൻ വേണ്ടി പോയിട്ട് എന്തൊരു നാറിയടാ ലിയാടാ. നീ എന്താ പറഞ്ഞ അറിയില്ലാന്നാ? നീ എന്നിട്ട് എന്താ അവളോട് പറഞ്ഞത്? നീ അല്ലല്ല ഇവന്റെ അത്യാവശ്യം പണി ലിയാന്ന് എന്താ പറയണത്? ഇതാണ് ഇവന്റെ അത്യാവശ്യ പണി, മനസ്സിലായല്ലോ? നീ അല്ല ഇവനെ പഠിക്കയക്കുന്നത് അത്യാവശ്യമായിട്ട്. ഇതാണ് പണി. എന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഇവിടെ മണ്ടന്മാർ, നമ്മള് പൊട്ടന്മാര്. ഇവന്മാര് പുറത്തു പോയിട്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മളിവിടെ ഇതാ ഞാനും അമ്മവും പോകുന്നുണ്ട്. എന്തിന് പുട്ട് തിന്നാനും ഉണ്ടംപൊരി തിന്നാനും. ഇവന്മാരും പോകുന്നുണ്ട്. എന്തിന്? ഞാൻ പോണില്ല. ബിരിയാണി ഒരു തവണ അല്ല, ഇത് 2 തവണയല്ലോ. നേരത്തെ പറയുന്നുണ്ട്. ഇത് രണ്ടാമത്തെ അല്ല. സൗണ്ട് കട്ട് ഇപ്പൊ ഓക്കെ ആണെന്ന് ഓക്കെ സ്പേമേ. സൗണ്ട് കട്ട് നേരത്തെ സൗണ്ട് കട്ട് ആയിട്ടുണ്ടോ? എന്താ പിന്നെ ഓക്കെ ആണല്ലോ. നേരത്തെ ആയതായിരിക്കണം. എന്നാലും ഇന്നത്തെ ദിവസം ചതികളും വഞ്ചനകളും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നതാ. മതി എനക്കൊരു കാണണ്ട. അല്ല ഫുള്ള് കാണാം. എന്റെ ഹാർട്ട് ബ്രേക്ക് ആവടാ ഇങ്ങനെല്ലാം ആണെങ്കിൽ. നമ്മളൊന്നും ഒരു പെണ്ണില്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഇവനല്ലോ കാര്യം. ഇതെല്ലാം നമ്മള് മണ്ടന്മാരാടാ. ഇതാരാ? ഇതെന്താ? ഇത് പെരിച്ചായി മറ്റേ അതില് വലിയ അതില് പണ്ടത്തെ ഇതാരാ ഫ്രണ്ടിലാരാ? ആ ഇത് റാമ്പ് തന്നെ. ഇവരാരെയും നോക്കി ചിരിക്കുന്നത് പോലീസ് പറയേ. ഇതാര്? നോക്കട്ടെ. ഓ കണ്ണടലിട്ട് മാസിൽ തന്നെ പോവും. മാസിലേ പോവും. മാസിലേ ഇറങ്ങും. സൗണ്ട് കട്ട് പിന്നെയും സൗണ്ട് കട്ടാന്ന് പറയുന്നടാ മോനെ. ആദിൽ ബ്രോ ഒന്ന് നോക്ക്. എന്നാലും മിണ്ടാണ്ടിക്കടാ. എന്റെ സൗണ്ട് ഒന്നും കട്ട് ചെയ്യുന്നില്ലടാ. ഒന്ന് റീഫ്രഷ് ചെയ്യടാ. ഇന്നത്തെ ദിവസം ഇതെങ്ങനെ ഇത്രയും നമ്മൾ ഇതിൽ പെട്ടത്? നമ്മൾ ഇത്രയും സമയം പുറത്തു പോയി.
ഒന്നുമല്ല പക്ഷെ ഇവൻ പകല് എന്നാലും 54,000 രൂപ ഫൈന്. ഇനിയുണ്ട് അതിലും ഹാർട്ട് ബ്രേക്ക് എന്താ നിങ്ങക്ക്? എനിക്കെല്ലാം പെണ്ണ് നമ്മളിവിടെ ഇല്ലടാ ഞാൻ നമ്മള് മണ്ടന്മാരാ. അത് പോട്ടെ വേണ്ട. ഞാൻ അത്രയും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ചെയ്തോ വരണ വെച്ചിട്ട് ഒരു പെണ്ണുങ്ങളെന്നുള്ള ഒരു സാധനമേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിന്ന്. മനസ്സിലാ? ഇവനെല്ലാം പബ്ലിക്കിൽ പെണ്ണുമായിട്ട് ബൈക്കിൽ പോകുന്നടാ. നമ്മളെല്ലാം ഇത്രയും സേഫ്റ്റി ഇതോ നോക്കി കഷ്ടപ്പെട്ട് കാര്യം ഒരു ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട വെച്ചിട്ട് ജീവിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ തെറി പറഞ്ഞെന്ന് പറയാം. ഞാൻ എന്താ തെറി പറഞ്ഞ നീ അഭിനയിക്കല്ല കൊറേ. പച്ചത്തെ വണ്ടിയാ അത് താഴത്ത് താഴത്തോട്ടാ. വണ്ടി എടുത്തിട്ട് പോയി. എനാകെ 4 എണ്ണേ ഉള്ളൂ. അതിന്റെ അടിയിലെത്തി അതിന്റെ അടിയിലെത്ത നോക്കി അതിന്റെ അടുത്തോ ആരോ ഉണ്ടല്ലോ. മുന്നാണോ? ഇതെന്താണ് പോലീസ് സാറാ? ആ സാറേ എന്താ സുഖല്ലേ? അല്ല ഇവൻ എന്തെല്ലോ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും റൂൾസ് തെറ്റിക്കൂലെന്നല്ലോ. ഇതെന്താന്ന് ഞാൻ ചെയ്ത ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇട്ട് മോന് ഒരിക്കലും റൂൾ തെറ്റിക്കൂല കേട്ടോ. മോന് റൂൾ തെറ്റിക്കൂല. ഭയങ്കര കൈവന്നല്ലോ അവന്. ഞാൻ പറഞ്ഞ വാക്കവൻ പാലിക്കും. ഏത് മുന്നൂന്റെ വന്നല്ലോ പറഞ്ഞോ. എന്നാ അത് ഹെൽമെറ്റ് ഇട്ടില്ല. ഏതോ ഹെൽമെറ്റ് ഇട്ടല്ലോ ഒന്നില്ല. അല്ല ട്രിപ്പിൾസ് നിങ്ങൾ 3 പേരും നീ ആ ഒന്നും വന്നല്ലേ അത് എന്നാലും കുറവല്ലേ ഈ ഷെമീറെല്ലാം വെച്ച് നോക്കുമ്പോ. പിന്നെ ഷമീർ 15 അല്ലേ. ഇതെന്താണ്? ഇതെന്താണ്? അതെന്താണ്? എയർ ബാഗോ? പൊട്ടാനായ എയർ ബാഗാ? അമീനായിരിക്കും. കണ്ടിട്ട് അമീനാണോ? എങ്ങനെ രണ്ടാളും കൂടി ഇത് പണ്ടത്തെ ഫൈറ്റില്ല. എടാ ഇതെല്ലാം എന്താ? അല്ല ഞാൻ ഒരു ചോദിക്കട്ടെ, ഇതെന്താ അടക്കാണ്ടെന്ന് തോന്നുന്നു. ഇതറിഞ്ഞില്ല. എന്നാ തൻസിക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഇതെന്നാ പിന്നെ വണ്ടി ഒരു 1000 രൂപയുടെ ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ വക്കീലിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. വക്കീലാണ് അവിടെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞാൽ 1000 രൂപയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇത്രയും രൂപ ഫൈൻ ആയിരുന്നു. ഇതിങ്ങനെ അടച്ചെന്ന് കാണിക്കോ ഇതില്? കാണിക്കും. ഇതിലിപ്പോ അടച്ചത് ഈ പെൻഡിങ്ങെല്ലാം അടക്കാനുള്ളതാ? ഈ ഡിസ്പോസൽ അടച്ചതാ? ഡിസ്പോസ്ഡ് അടച്ചില്ല. അത് റോഡിൽ ഓൺ റോഡിൽ നിന്ന് വണ്ടി അടിച്ചത് എന്ന് പറഞ്ഞ വണ്ടിക്ക് അടിച്ചത്. മുനുവിന്റെ 2 3 മുനു എന്തല്ലോ പറഞ്ഞല്ലോ. മമ്മ ഒന്ന് കൈ മാറ്റും. മമ്മു നടുക്കത്തത് ഒരെണ്ണം പോലെ എന്റേതില്ലല്ലോടാ. നീ ആലോചിച്ച് നോക്കടാ. നീ എല്ലാം ഉണ്ടാക്കുന്ന ഈ കേസിനെല്ലാം ഞാൻ ഫൈൻ അടക്കലും ഞാൻ കഷ്ടപ്പെടലോ. ഇങ്ങനെ കോടതി കയറി ഇറങ്ങല് ഞാനൊന്നല്ല അതൊന്നും ഞാനൊന്നല്ല. ആരാ ഇതൊന്നല്ല ഞാനാ. ഉറപ്പാ? നാളായാലും മുനുവെല്ലാം എടുത്ത കാരണോറ്. ഓ എന്തോ ഒരു ഓടി അയച്ചില്ലല്ല. അവൻ എടുത്തേ എന്തോ ഒരു ഓടി അവനെ അയച്ചില്ലല്ലോ. ഓൻ കുറച്ചു നേരത്തെ എന്തോ ഓടി അയച്ചില്ലല്ലോ. ജാസിന്റെ 1 3 കൂടിയേ ഉള്ളൂ. നോ പാർക്കിങ്. ആരാണ് ഇത്രയും ബുദ്ധി ഇല്ലാണ്ട് ഇത്? നോ പാർക്കിങ്. ഫോട്ടോ ഇട്ട് നമ്മളെ എന്തിന് അങ്ങനെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത് ഇത് തൻസീന്റെ. ഇത് തൻസീന്റെ. ഞാനും വെച്ച് ധാരാളം. ഇത് പണ്ടത്തെ ആയിരിക്കും. ഇത് വണ്ടി ഞാൻ വാങ്ങുന്നതിന് മുമ്പ്. ഇതെന്താ ഇത് ഇങ്ങനെ പേന അടിച്ച് പോകാൻ പറ്റോ? ഇത് അല്ലല്ലോ, ഇത് അവിടെ അടയ്ക്കാന്ന് പറഞ്ഞു. ആണോ? 54,000. എന്തൊരു ഇതാടാ, എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾ കാരണം. വെറുതെ ആവശ്യമില്ലാണ്ട് അത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അവർക്കൊരു ഉപകാരം ആവില്ലടാ.